നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു നിമിഷം വന്നിട്ടുണ്ടാവാം. എല്ലാം ശരിയാണെന്ന് തോന്നിയിട്ടും ഉള്ളിൽ എന്തോ ഒരു ശബ്ദം പറയുന്നത് പോലെ ഇനി എന്തോ വലിയൊരു മാറ്റം സംഭവിക്കാൻ പോകുന്നു. അല്ലെങ്കിൽ എല്ലാം തെറ്റായിട്ട് പോയിട്ടും എന്തോ ഉള്ളിലൊരു ചെറിയൊരു പ്രകാശം, ഒരു പ്രതീക്ഷ നിങ്ങളോട് അത് ചൂണ്ടിക്കാണിക്കുന്നത് പോലെ നിങ്ങൾക്ക് തോന്നുന്നു. ഇത് ഒന്നിൻ്റെയും അവസാനമല്ല, ഇതൊരു തുടക്കമാണ്. ആ ഒരു മാറ്റം തുടങ്ങുന്നത് വലിയ കാര്യങ്ങളിൽ നിന്നുമല്ല, വലിയ തീരുമാനങ്ങളിൽ നിന്നുമല്ല, വലിയ പരിശ്രമങ്ങളിൽ ഒന്നിൽ നിന്നുമല്ല. അത് തുടങ്ങുന്നത് ഒരൊറ്റ വാക്കിൽ നിന്നാണ്. ഒരേ ഒരു വാക്ക് നിങ്ങളുടെ ഉള്ളിലെ തരംഗങ്ങളെ ഉയർത്തുന്ന, നിങ്ങളുടെ യാഥാർത്ഥ്യത്തെ തിരുത്തുന്ന, നിങ്ങളുടെ വിധിയെ പുനർരചിക്കുന്ന ഇന്ന് ആ ഒരു വാക്കിൻ്റെ ശക്തി നിങ്ങൾ അനുഭവിക്കാൻ പോകുന്നു. ഇന്ന് നിങ്ങൾ നിങ്ങളുടെ ജീവിതം ഒരൊറ്റ വാക്കുകൊണ്ട് മാറ്റാൻ പോകുന്നു. നിങ്ങളുടെ ഉള്ളിൽ ഒരിക്കലെങ്കിലും ആ ഒരു വാക്ക് മാറ്റങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ടാവും. അന്തരീക്ഷത്തിൽ ഒരു വൈബ്രേഷൻ സൃഷ്ടിക്കാൻ കഴിയുന്ന, നിങ്ങളുടെ മനസ്സിൻ്റെ ദിശ മാറ്റാൻ കഴിയുന്ന, നിങ്ങളുടെ ജീവിതത്തിന് ഒരു പുതിയ വഴി തുറക്കാൻ കഴിയുന്ന ആ ഒരു വാക്ക്. ലക്ഷക്കണക്കിന് ആളുകൾ ഈ ഒരു വാക്ക് ഉപയോഗിച്ച് ചിലർക്ക് ജോലി ലഭിച്ചു, ചിലരുടെ രോഗങ്ങൾ പൂർണ്ണമായിട്ടും മാറി, ചിലർക്ക് വളരെ നല്ല സമാധാനം അവരുടെ ജീവിതത്തിലുണ്ടായി, ചിലർക്ക് അവരുടെ പ്രണയ സാഫല്യങ്ങളുണ്ടായി. അവർ പ്രത്യേകിച്ച് ഒന്നും തന്നെ ചെയ്തില്ല. അവർ പറഞ്ഞത് ഈ ഒരൊറ്റ വാക്ക് മാത്രം. കാരണം ആ ഒരു വാക്കുകൾക്ക് അത്രയധികം ശക്തിയുണ്ട്. ചിന്തകൾ നമ്മുടെ തലച്ചോറിൽ മാത്രം സംഭവിക്കുന്നു, പക്ഷേ വാക്കുകൾ ആ ഒരു പ്രപഞ്ചത്തിൽ തരംഗം സൃഷ്ടിക്കുന്നു. ചിന്തകൾക്ക് ശക്തിയുണ്ട്, പക്ഷേ വാക്കുകൾ അതിലും ആഴത്തിലുള്ള വിത്തുകൾ പോലെയാണ്. നിങ്ങളൊരു വാക്ക് പറയുമ്പോൾ അത് വെറുതെ കാറ്റിൽ ലയിച്ചു പോവുകയല്ല ചെയ്യുന്നത്. അത് നിങ്ങളുടെ ഊർജത്തിൻ്റെ ഒരു കാൽപ്പനികതയായി പ്രപഞ്ചത്തിലേക്ക് യാത്ര ചെയ്യുന്നു. ഒരു മനുഷ്യൻ ഒരു ദിവസം മുഴുവൻ ആ ഒരു വാക്ക്, നിങ്ങൾ നന്ദി എന്ന് പറയുമ്പോൾ ആ ഒരു വാക്ക് അവൻ്റെ ആത്മാവിലൊരു വൈബ്രേഷൻ സൃഷ്ടിക്കുന്നു. അത് അവൻ്റെ യാഥാർത്ഥ്യത്തെ മാറ്റി തുടങ്ങുന്നു. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതം മാറ്റുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന ഈ ഒരു വാക്ക്, നന്ദി, താങ്ക് യു, ഈ ഒരു വാക്കുകൾ നിങ്ങൾ എല്ലാ ദിവസവും നിങ്ങളുടെ ഉള്ളിൽ പ്രതിധ്വനിക്കുവാൻ അനുവദിക്കുക. നിങ്ങൾ നടക്കുമ്പോഴും, നിങ്ങൾ ജോലി ചെയ്യുമ്പോഴും, ഭക്ഷണം കഴിക്കുമ്പോഴും, ഭക്ഷണം ഉണ്ടാക്കുമ്പോഴും, കുളിക്കുമ്പോഴും, ഏതൊരു കാര്യം ചെയ്യുമ്പോഴും നീയൊരു ഒറ്റ വാക്ക് ആവർത്തിക്കുക. പതുക്കെ പതുക്കെ നിങ്ങളുടെ മനസ്സ് ആ ഒരു വാക്കിൻ്റെ തരംഗമായിട്ട് മാറും. നിങ്ങൾ ദിവസം മുഴുവൻ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, നിങ്ങളൊന്നും യാചിക്കേണ്ട ആവശ്യമില്ല പ്രപഞ്ചത്തോട്. കാരണം ഇപ്പോൾ പ്രപഞ്ചം നിങ്ങളുടെ കൂടെയാണ്, നിങ്ങളോടൊപ്പമാണ്. നിങ്ങൾ രാവിലെ ഉണരുമ്പോൾ കണ്ണുകൾ തുറക്കുന്നതിന് മുമ്പ് ദീർഘമായിട്ടുള്ളൊരു ശ്വാസമെടുത്ത് പതുക്കെ പറയുക, നന്ദി, താങ്ക് യു. ഏതെങ്കിലും ഒരു കാരണത്തിന് വേണ്ടിയിട്ടല്ല, ഏതെങ്കിലും ഒരു കാര്യം സാധിക്കാൻ വേണ്ടിയിട്ടുമല്ല. ഇത് നിങ്ങളുടെ ആ ഒരു ഊർജം മാറ്റുന്നതിന് വേണ്ടിയാണ്. ഈ ഒരു നന്ദി നിങ്ങൾ പറയുമ്പോൾ നിങ്ങളുടെ മനസ്സ് ശാന്തമാകുന്നു, നിങ്ങളുടെ ഹൃദയം തുറക്കുന്നു, പ്രപഞ്ചവുമായി നിങ്ങൾ ഒരു ബന്ധം സ്ഥാപിക്കുന്നു. ഒരുപാട് പരീക്ഷണങ്ങൾ നടന്നിട്ടുണ്ട് ഈ ഒരു ഗ്രാറ്റിറ്റ്യൂഡ്, കൃതജ്ഞത പറയുമ്പോൾ. 24 മണിക്കൂറും കൃതജ്ഞത പറഞ്ഞ ആളുകളിൽ ഒരുപാട് ശാന്തമായിട്ടുള്ള മാറ്റങ്ങളുണ്ടായി. ഒരുപാട് ഉറക്കം മെച്ചപ്പെട്ടു, മനസ്സിന് ഒരുപാട് സന്തോഷങ്ങളുണ്ടായി, ഒരുപാട് സന്തോഷകരമായിട്ടുള്ള വാർത്തകളുണ്ടായി. പ്രപഞ്ചം നിങ്ങൾക്ക് തരുന്നത്, നിങ്ങൾ എന്താണോ പ്രപഞ്ചത്തിലേക്ക് അയക്കുന്നത് അതുതന്നെയാണ് നിങ്ങളിലേക്ക് തിരികെ വരുന്നത്. നിങ്ങൾ നന്ദി, ഗ്രാറ്റിറ്റ്യൂഡ് പറയുമ്പോൾ ആ ഒരു സ്നേഹമാണ് നിങ്ങൾ അയക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങളിലേക്ക് തിരിച്ച് പ്രപഞ്ചം നിങ്ങൾ ചോദിക്കുന്നതിനേക്കാൾ കൂടുതൽ 10 മടങ്ങ് നിങ്ങളിലേക്ക് തിരികെ തരുന്നു. ഒരു
സ്ത്രീ അവരെ ഭർത്താവ് ഉപേക്ഷിച്ചു പോയി വളരെ തകർന്ന് വളരെ നിരാശയായിട്ട് വേദനയോടുകൂടി കടന്നിരുന്ന ഒരു സ്ത്രീ എല്ലാ ദിവസവും ഈ ഒരു ഗ്രാറ്റിറ്റ്യൂഡ്, നന്ദി അവൾ പ്രപഞ്ചത്തോട് പറഞ്ഞു. അവൾ നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും എല്ലാ കാര്യങ്ങളിലും 24 മണിക്കൂറും അദ്ദേഹം കഴിയുന്ന സമയങ്ങളിലെല്ലാം കൃതജ്ഞത പറയുകയായിരുന്നു. വളരെ ചെറിയ ചെറിയ കാര്യങ്ങൾ നമുക്ക് സംഭവിക്കുമ്പോഴും ചെറിയ ചെറിയ സന്തോഷങ്ങൾ ഉണ്ടാകുമ്പോഴും ഈ ഒരു നന്ദി അവളുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി ഓരോ ശ്വാസം വിടുമ്പോഴും ആ ഒരു ശ്വാസത്തിന് നന്ദി പറഞ്ഞു. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അവളുടെ മുഖത്ത് മാറ്റങ്ങളുണ്ടായി, സന്തോഷമുണ്ടായി തുടങ്ങി, ഊർജത്തിലൊരു മാറ്റമുണ്ടായി. വളരെ ദിവസങ്ങൾക്ക് ശേഷം അവളുടെ ഭർത്താവ് തിരികെ വന്നു. അയാൾ പറഞ്ഞു, എന്താണെന്ന് എനിക്കറിയില്ല, പക്ഷേ എന്തോ ഒന്ന് എന്നെ നിന്നിലേക്ക് ആകർഷിക്കപ്പെട്ടു. ആ ഒരു പ്രപഞ്ചത്തിലേക്ക് നമ്മൾ കൊടുക്കുന്ന ആ ഒരു കൃതജ്ഞത നിങ്ങൾക്ക് അതേപോലെ നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് ആ ഒരു ആഗ്രഹങ്ങളെല്ലാം നിങ്ങൾക്ക് നേടിത്തരുവാൻ വേണ്ടിയിട്ട് പ്രപഞ്ചം നിങ്ങളുടെ കൂടെ നിൽക്കും. പ്രപഞ്ചത്തിൻ്റെ നിയമം വളരെ ലളിതമാണ്. നിങ്ങൾ പറയുന്നത് എന്താണോ അത് നിങ്ങളിലേക്ക് തിരികെ ലഭിക്കുന്നു. നിങ്ങൾ അനുഭവിക്കുന്നത് നിങ്ങൾക്ക് ലഭിക്കുന്നു. നിങ്ങൾ ആവർത്തിക്കുന്ന ആ ഒരു കാര്യം യാഥാർത്ഥ്യമായി മാറുന്നു. അതിനാൽ നിങ്ങൾ വീണ്ടും 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 പറയുക, താങ്ക് യു, താങ്ക് യു, താങ്ക് യു യൂണിവേഴ്സ്. പ്രപഞ്ചം നിങ്ങൾ ആഗ്രഹിക്കുന്നവ നിങ്ങളിലേക്ക് ഇനിയും നൽകും. നമ്മുടെ ആ ഒരു ശബ്ദം തന്നെയാണ് ആ ഒരു സൃഷ്ടി. ശബ്ദത്തിൽ ആ ഒരു ബോധം മറഞ്ഞിരിക്കുകയാണ്. നിങ്ങൾ സംസാരിക്കുമ്പോൾ നിങ്ങൾ പുതിയ കാര്യങ്ങൾ സൃഷ്ടിക്കുന്നു. നിങ്ങൾ കൃതജ്ഞത പറയുമ്പോൾ, നിങ്ങളതിങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ആരോഗ്യങ്ങളിൽ വളരെ മെച്ചപ്പാടുണ്ടാവും. ബന്ധങ്ങൾ തളിർത്ത് വളരെ നല്ല രീതിയിൽ സന്തോഷകരമായി മാറും. പുതിയ അവസരങ്ങൾ നിങ്ങളിലേക്ക് വരും. പണമില്ലെങ്കിൽ നിങ്ങൾക്ക് വളരെ കുറച്ചായിട്ട് ലഭിച്ച പണത്തിനാണെങ്കിൽ കൂടി എനിക്കിപ്പോൾ ഉള്ളതിന് നന്ദി പ്രപഞ്ചമേ. സ്നേഹമില്ലെങ്കിൽ ഞാൻ പറയുക, ഞാൻ സ്നേഹിക്കപ്പെടുവാൻ യോഗ്യനാണ്, നന്ദി. എനിക്കിപ്പോൾ കിട്ടുന്ന സ്നേഹത്തിന് നന്ദി. നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിക്കുക. നിങ്ങളെ തന്നെ സ്നേഹിക്കാൻ കഴിയുന്നതിന് നന്ദി പറയുക. ജോലിയില്ലെങ്കിൽ എനിക്ക് പുതിയ അവസരങ്ങൾ എന്നിലേക്ക് വരുന്നു. എന്നിലേക്ക് പുതിയ അവസരങ്ങൾ തന്നതിന് നന്ദി. നിങ്ങളിലേക്ക് പുതിയ സാഹചര്യങ്ങൾ വരും. നിങ്ങളുടെ മനസ്സ് നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ ആ ഒരു വാക്കിൻ്റെ ആ ഒരു ശബ്ദം നെഗറ്റീവായിട്ട് സംഭവിക്കും. മനസ്സ് ശാന്തമായിട്ട് വിശ്വാസത്തോടെ ആ ഒരു 100% വിശ്വത്തോട് പ്രപഞ്ചത്തിൽ വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ ആ ഒരു വാക്ക് പ്രപഞ്ചത്തിലേക്ക് കൽപ്പിക്കുക. നിങ്ങൾ പുഞ്ചിരിക്കുക. എല്ലാ നെഗറ്റീവായിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടാകുമ്പോഴും നിങ്ങൾ നിൽക്കുക, ഒന്ന് പുഞ്ചിരിക്കുക. ദീർഘമായിട്ടൊരു ശ്വാസം എടുത്ത് പതുക്കെ പറയുക, നന്ദി, താങ്ക് യു. പ്രപഞ്ചം നിങ്ങളോട് എങ്ങനെ പ്രതികരിക്കുന്നുവെന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങളുടെ ആ ഒരു കൽപ്പന പ്രപഞ്ചം സ്വീകരിച്ചു കഴിഞ്ഞു. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങളിലേക്ക് നേടിത്തരുവാൻ വേണ്ടി പ്രപഞ്ചം നിങ്ങളുടെ കൂടെ നിൽക്കുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കേട്ടതിന് ശേഷം നിങ്ങളുടെ ഉള്ളിൽ ഒരു ചെറിയ മാറ്റം പോലും തോന്നിയിട്ടുണ്ടെങ്കിൽ, ഒരു ചെറിയ ശാന്തത, ഒരു ചെറിയ പ്രതീക്ഷ, അല്ലെങ്കിൽ ചെറിയൊരു നന്ദി എന്നൊരു തരംഗം, അത് വെറുതെയല്ല. അത് നിങ്ങളുടെ ആത്മാവ് ഒരു പുതിയ ദിശയിലേക്ക് നീങ്ങുന്നതിൻ്റെ അടയാളമാണ്. ജീവിതം മാറുന്നത് വലിയ കാര്യങ്ങളല്ല, ഇത്തരം ചെറിയ ചെറിയ തിരിച്ചറിവുകളിലാണ്. ഇന്ന് നിങ്ങൾ കേട്ടത് നിങ്ങളുടെ ഉള്ളിൽ ഒരു പുതിയ വാതിൽ തുറന്നിട്ടെങ്കിൽ അത് നിങ്ങൾക്കായിട്ട് തന്നെയാണ്. ഇപ്പോൾ തന്നെ നിങ്ങൾ എന്താണോ മാറ്റം കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത് അവ മനസ്സിൽ നിങ്ങൾ കണ്ടതിന് ശേഷം നന്ദി എന്ന കമൻറ്റിൽ എഴുതൂ. നിങ്ങളുടെ ആ ഒരു വൈബ്രേഷൻ ഇവിടെ നിന്നും മാറി തുടങ്ങും. നിങ്ങൾക്ക് ഈ ഒരു സന്ദേശം ഹൃദയത്തിൽ തൊട്ടിട്ടുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ ജീവിതത്തിൽ എന്തിനാണെന്ന് നിങ്ങൾ നന്ദി പറയുന്നതെന്ന് നിങ്ങളിപ്പോൾ തന്നെ മനസ്സിൽ തീരുമാനമെടുക്കൂ. ആ ഒരു വാക്ക് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ റിപ്പീറ്റ് ചെയ്യുക. നിങ്ങളിതുപോലെയുള്ള നിങ്ങളുടെ ഹൃദയത്തെ ഉയർത്തുന്ന സന്ദേശങ്ങൾ നിങ്ങൾ ലഭിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ജൊഹാൻസ് ഹാർമണി കുടുംബത്തിൻ്റെ ഭാഗമാകൂ. സ്ക്രീനിൽ കാണുന്ന QR കോഡിൽ സ്കാൻ ചെയ്ത് വാട്സാപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യൂ. നമ്മളുടെ ഹൃദയത്തെ, മനസ്സിനെ ഉയർത്തുന്ന നെഗറ്റീവ് ചിന്തകളിൽ നിന്നെല്ലാം മാറി പോസിറ്റീവായിട്ടുള്ള അനുഭവത്തിലേക്ക് നിങ്ങൾക്ക് വരുവാനായും, നിങ്ങളിൽ ഒരുപാട് നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ ഹീൽ ചെയ്ത് പോസിറ്റീവായിട്ടുള്ളൊരു ഹീലിംഗ് അനുഭവത്തിലേക്ക് വന്ന് മനസ്സിന് സന്തോഷവും ശാന്തിയും ലഭിക്കുന്ന അവസ്ഥയിലേക്ക് നിങ്ങൾ മാറുവാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ശരീരത്തിലെ പല വേദനകളും മാറ്റി സൗഖ്യം പ്രാപിക്കുന്നതിനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ നമ്മുടെ കമ്മ്യൂണിറ്റി ചേരും. എല്ലാ ദിവസവും നടക്കുന്ന ഒരു ഫ്രീ ആയിട്ടുള്ള ഹീലിംഗ് സെഷനിലേക്ക് ഞാൻ നിങ്ങളെ ഇൻവൈറ്റ് ചെയ്യുകയാണ്. നമുക്ക് ഒരുമിച്ച് ഹീൽ ചെയ്യപ്പെടാം. താങ്ക് യു യൂണിവേഴ്സ്.